ഹലോ ഹായ് എവറി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളൊരു സ്ട്രാറ്റജീനെ പറ്റിയാണ്. മെയിനായിട്ട് ഓപ്ഷൻ ബയേഴ്സിന് മീൻസ് മാക്സിമം ഇഷ്ടപ്പെടുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മീൻസ് എല്ലാവർക്കും അറിയാം, ഈ വരുന്ന എക്സ്പയറി ഡേ എന്ന് പറയുന്നത് ഫെബ്രുവരി 1 എന്ന് പറയുന്നത് നമുക്ക് യൂണിയൻ ബഡ്ജറ്റ് ഡേ ആണ്. അതോടൊപ്പം ആ ബഡ്ജറ്റ് ഡേ ഏത് ഇയറിലാണ് വരുന്നത്? എലക്ഷൻ ഇയറും കൂടിയാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഇനി വരുന്ന വീക്ക് എന്ന് പറയുന്നത് മാക്സിമം വോളറ്റൈൽ ആവാൻ ചാൻസ് ഉള്ള വീക്കാണ്, ഡേയ്സ് ആണ് നമുക്ക് ഇനി വരുന്നത്. അപ്പോൾ മാക്സിമം ഇനി അതല്ലാത്ത ഇയറിൽ തന്നെ നിങ്ങൾ ബാക്കിലേക്കൊക്കെ ബഡ്ജറ്റ് ഡേയ്സ് തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പ് എങ്ങനെ വന്നാലും വിക്സ് റൈസ് ആവും. സോ ഈ ഒരു ഇയർ കുറച്ചും കൂടി സ്പെഷ്യൽ ഇയർ ആണ്. മാക്സിമം വിക്സ് ഒക്കെ റൈസ് ആവാൻ പറ്റുന്ന ഒരു ഇയർ ആണ്. സോ അപ്പൊ അവിടെ വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ ഒരു ഓപ്ഷൻ ബൈയിങ് സ്ട്രാറ്റജി അതെങ്ങനെ നമുക്ക് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ ഒരുപാട് അതിൽ കിടന്ന് നമ്മൾ മൽപ്പിടുത്തം പിടിക്കേണ്ട. നമ്മൾ എന്താ പറയുക, നമ്മൾ ട്രേഡിങ് ഇന്ന ലെവൽ വെച്ച് നോക്കുക. മാക്സിമം ആൾക്കാർ മാറിക്കാൻ പറയുന്ന ഒരു എന്താ പറയുക ഒരു ദിവസമാണ് മീൻസ് ബഡ്ജറ്റ് ഡേയ്സിലൊക്കെ. നമുക്ക് അതെങ്ങനെ യൂസ്ഫുൾ ആക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളിലൊക്കെ മീൻസ് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ലൈക്കും കൂടി ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് അൺവീൽ ചെയ്യുന്നത് ഒരു അടിപൊളി സ്ട്രാറ്റജിയാണ്. അപ്പോൾ നമുക്കിന്ന് സ്ട്രാറ്റജീസിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ സെൻസിബിൾ ആണ് എടുത്തേക്കുന്നത്. ഇനി സെൻസിബിൾ ഇല്ല അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ട്രേഡിംഗ് ചാനലിലും കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഈ സ്ട്രാറ്റജി അടക്കം നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ സെൻസിബിൾ ഇല്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ട്രേഡിംഗ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ അത് വെച്ചിട്ട് നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക. ചാനൽ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് സുഖമായിട്ട് നമുക്ക് ഈ നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് അതിൽ നിന്ന് കിട്ടാവുന്നതാണ്. സോ അപ്പോൾ നമുക്ക് ഇനി സ്ട്രാറ്റജീനെ പറ്റി പറയാം. നമ്മൾ എന്താക്കുന്നത്, ബിൽഡ് എ ന്യൂ കസ്റ്റം സ്ട്രാറ്റജിയിൽ പോയിട്ട് നമ്മൾ ചെയ്യുന്നത്, ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ളത് ഫസ്റ്റ് കാണിച്ചു തരാം. ഒരു 30 റുപ്പീസ് വരുന്ന ഒരു 29 to 30 റുപ്പീസ് വരുന്ന ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക. പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ട് ഒരു 10 റുപ്പീസ് വരുന്ന നിയർ ടു 10 റുപ്പീസ്, അത് 11 ആവാം, ഇനി 9 ആവാം, നിങ്ങൾക്ക് അഫോർഡ് എങ്ങനെയാണോ പറ്റുന്നത് ആ രീതിയിൽ അതിനെ സെല് ചെയ്യുക. അത് ഒരു സൈഡ് അത് പുട്ട് സൈഡ് എന്ന് പറയുന്നത് 30 റുപ്പീസിന്റെ ഇതൊക്കെ ആൻഡ് സെയിം മീൻസ് ഒരു 20 റുപ്പീസ് ഡിഫറൻസിൽ വെച്ചിട്ട് ഒരു സ്ട്രൈക്ക് സെല്ലും ചെയ്യുക. അതായത് ഇപ്പോൾ 2500 ആണ് ഞാൻ 30 റുപ്പീസ് ആയിട്ട് എടുത്തേക്കുന്നത്. 19,950 ഇത് നാളെ മാറാം, ബിക്കോസ് നാളെ ഓപ്പൺ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു സ്ട്രൈക്കൊക്കെ മാറാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതനുസരിച്ച് നിങ്ങൾ നോക്കി ചെയ്യാം. ഇത് പുട്ട് ഓപ്ഷനിലാണെങ്കിൽ ഇനി കോൾ ഓപ്ഷൻ വരാൻ നേരത്ത് സെയിം ലെവൽ തന്നെ 20 അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ 13 ഉദ്ദേശിക്കുന്നത് 13 ഓപ്ഷൻസിന്റെ ബൈ ചെയ്യുക ആൻഡ് 10 റുപ്പീസിന്റെ വരുന്നത് ഒരു സെല്ലും ചെയ്യുക 10.15. അപ്പോൾ ഈ സ്ട്രൈക്ക് വെച്ചിട്ട് നിങ്ങൾ ഡൺ കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രേഡിംഗ് ഇതെന്ന് പറയുന്നത് നമ്മൾ എടുക്കാൻ പോണത്. ഇവിടെ നിങ്ങൾക്ക് കാണാം 4.2% ആണ് നിങ്ങളുടെ മാക്സ് ലോസ് വരാനുള്ളത്. അത് ഒരു ഓപ്ഷൻ ബയ്യറിന് മീൻസ് ഒരു ഓപ്ഷൻ ബയ്യർ ആണെന്നും കൂടി നോക്കുക. മീൻസ് ഓപ്ഷൻ ബയ്യറിനെ സംബന്ധിച്ചിടത്തോളം 4.2% ഇൻ എ വീക്ക് എന്ന് പറയുന്നത് അയാൾക്ക് മീൻസ് എപ്പോഴും ഒരു സ്ട്രാറ്റജിയിൽ കയറുമ്പോൾ തന്നെ ഒരു 1% 2% അടുത്ത് തന്നെ അയാൾ ആ ലോസ് ഫേസ് ചെയ്തിട്ട് തന്നെ വേണം അയാൾ ഇതാക്കാൻ. അപ്പോൾ ഒരു വീക്ക് നമ്മൾ മാക്സിമം നമ്മൾ റിസ്ക് വെക്കുന്നത് 4.2% ആണ്. ആ 4.2%-ൽ അതിന്റെ പ്രോഫിറ്റ് എങ്ങനെ വരുന്നത് 57% ആണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 57% ആണ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് 4.2% ആണ്. അതിന്റെ ഒരു ഹോൾ ഇത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, ബിക്കോസ്
ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഈ യെല്ലോ ലൈൻ ഇത് വെച്ചിട്ട് നമ്മൾ മെയിൻ ആയിട്ട് വിക്സ് ആണ് നമ്മൾ റൈസ് ആക്കുന്നത്. സോ ഇനി ഈ ബ്ലൂ ലൈൻ നമ്മുടെ മേലേക്ക് എറിയലും പ്രൈസ് മൂവ്മെന്റ് കുറഞ്ഞാലും വിക്സ് എങ്ങനെ മൂവ്മെന്റ് ചെയ്യുന്നു, വിക്സിന് നമുക്ക് നല്ലൊരു റൈസിങ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കുന്നു, നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് കിട്ടാവുന്ന നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടാൻ മാക്സിമം പ്രോബബിലിറ്റി ഉള്ള ട്രേഡാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് അഫോർഡ് ആവാം ഈ പ്രൈസ് എന്ന് പറയുന്നത്. എനിക്ക് ഒരു 4% എന്ന് പറയുന്നത് എനിക്ക് ഒരു 1 വീക്ക് റിസ്ക് വെക്കാൻ എനിക്ക് കുഴപ്പമില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇനി നിങ്ങൾക്ക് 1% വെക്കാൻ പറ്റുള്ളൂ, നിങ്ങൾ അതനുസരിച്ച് ട്രേഡിനെ സെറ്റ് ചെയ്യുക. അങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് ഇത് സെറ്റ് ആക്കാൻ പറ്റുമോ, ഓരോരുത്തരുടെ അഫോർഡ് ഓരോരുത്തർക്ക് ചിലപ്പോൾ 10% വെക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ച് പ്രോഫിറ്റും കിട്ടും. മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക, മീൻസ് നിങ്ങൾക്ക് എത്ര റിസ്ക് ചെയ്യാൻ പറ്റുന്നോ ആ എമൗണ്ട് മാത്രം വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് മീൻസ് ഇതിൽ ഈ ഒരു സ്ട്രാറ്റജിയിൽ ഇറങ്ങുക. മാക്സിമം പ്രോബബിലിറ്റി മീൻസ് ഇത് എക്സ്പെഷ്യലി യൂണിയൻ ബഡ്ജറ്റ് പോലെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഇത് വൺസ് ഇൻ എ ഇയർ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇത് എപ്പോഴും ചെയ്യാൻ പറ്റില്ല. ഇത് മാക്സിമം ഇത് നമുക്ക് ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇതൊരു 0 ആവാം, ബിക്കോസ് പ്രോബബിലിറ്റി വളരെ കുറവാണ്. ഇത് 13% ആണ് സെൻസിബിൾ കാണിക്കുന്നത്. സോ അതിന്റെ പ്രോബബിലിറ്റി ഭയങ്കര കുറവാണ്. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി ഇപ്പൊ നമ്മൾ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് എന്താക്കുന്നത്, നമ്മുടെ വിക്സ് റൈസ് ആവാനുള്ള ചാൻസ് വെച്ചിട്ടാണ്. ഇന്ത്യ വിക്സിൽ നമ്മൾ എപ്പോൾ നോക്കിയാലും കാണാം, ഓൾറെഡി ഇന്ത്യ വിക്സ് നമുക്ക് ഇപ്പോൾ ഒരു ഡൗൺ ഇത് എടുത്തിട്ട് പയ്യെ മേളിലേക്ക് പോകാനുള്ള ഇതാണ് നിൽക്കുന്നത്. മാക്സിമം നിങ്ങൾക്ക് ലാസ്റ്റ് ഇയർ ഒക്കെ എടുത്ത് വെച്ച് നോക്കിയാൽ കാണാം, ലാസ്റ്റ് ഇയറിന്റെ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോക്കിയാൽ അത് മനസ്സിലാവും എങ്ങനെയാണ് ആ വിക്സ് ഒക്കെ ശരിക്കും കയറി പോകുന്നതെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. സോ അപ്പോൾ നമ്മൾ ഇതാണ് സ്ട്രാറ്റജീനെ പറ്റി പറഞ്ഞത്. നിങ്ങൾ എപ്പോഴും ആ ലെഗ്, നിങ്ങളുടെ പൈ ലെഗ് ആൻഡ് സെൽ ലെഗ് എപ്പോഴും ശ്രദ്ധിച്ചു തന്നെ അത് അവിടെ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചുള്ള നിങ്ങൾക്ക് റിവാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതല്ലാത്ത ഒരു സ്ട്രാറ്റജി മീൻസ് നിങ്ങൾ അതല്ലാണ്ട് എന്താ പറയാ, നിങ്ങൾ ഒരു ബൈയിങ് ഇത് യൂണിയൻ ബഡ്ജറ്റ് ഡേന് നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ റിസ്ക് കൂടുതലായിരിക്കും. ആ റിസ്കിൽ നിങ്ങൾ മാക്സിമം ഒരു ക്യാൻഡിൽ തന്നെ എങ്ങനെയൊക്കെ മൂവ് ആവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതോടൊപ്പം സ്റ്റോക്ക് ഓപ്ഷൻസിലും ട്രേഡ് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കുക. മെയിനായിട്ട് ഇതിപ്പോൾ ഇൻഡെക്സിൽ നിഫ്റ്റിയുടെ കാര്യം പറഞ്ഞാൽ ഇതേമാതിരി തന്നെ നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റി ഒക്കെ ചെയ്യാം. സോ അപ്പൊ എപ്പോഴും ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം. ആൻഡ് ബഡ്ജറ്റ് ഡേയ്സിൽ എപ്പോഴും കെയർഫുൾ ആയിട്ട് ഇരിക്കുക. ലെസ് റിസ്ക് മീൻസ് എപ്പോഴും കുറഞ്ഞ ട്രേഡ്സിൽ മാത്രം കയറാനും ശ്രമിക്കുക. ആൻഡ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഒന്ന് വീഡിയോ എന്താ പറയുക ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തുള്ള ഡിഫറെന്റ് സ്ട്രാറ്റജീസ് നമ്മൾ ഇനി വരും ദിവസങ്ങളും കൂടി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മീൻസ് നമുക്ക് എങ്ങനെയാണ് ഒരു വീക്കിൽ എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ആകാൻ പറ്റും സിമ്പിൾ ആയിട്ട്, അങ്ങനത്തെ കാര്യങ്ങളും കൂടി നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാം. വൺ മോർ തിങ്, ഇതിന്റെ റെക്കോർഡ് ക്യാപിറ്റൽ ഞാൻ പറഞ്ഞില്ല, സോറി. ഇതിൽ നിങ്ങൾക്ക് ഏകദേശം വരുന്നത് 50,000 ഒരു 45,666 ആണ്. നിങ്ങൾക്ക് ഒരു 50,000 rupees ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്നതാണ്. സോ അപ്പോൾ ഒരു 50,000 rupees ആണ് ഇതിൽ ആവശ്യം വരുന്നുള്ളൂ. ആൻഡ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഇതെന്താക്കും, ഇത് നിങ്ങൾക്ക് ചെയ്യാനും കഴിയും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കമന്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് വെച്ചിട്ട് ചാനലിൽ വന്ന് അവിടെ DM ചെയ്ത് ചോദിച്ചാൽ അതിനും ആൻസർ തരാം. ആൻഡ് മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ആൻഡ് ഓപ്ഷൻ ബയേഴ്സിന് ഇത് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഒരു ഹാപ്പി നല്ല രീതിയിൽ ഒരു ബഡ്ജറ്റ് ഡേന് നിങ്ങൾക്ക് കാണാം. 2% ആണ് 4% പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് 1:2 ആക്കാം. 8% വന്നാൽ ബുക്ക് ചെയ്യാം, അതല്ല 10% പ്ലസ് വന്നാൽ ബുക്ക് ചെയ്യാം. നിങ്ങൾക്ക് മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 50+ ആണ്. അപ്പൊ 50+ എന്ന് നമ്മൾ പോകണം മീൻസ് അത് നമുക്ക് ഇതാകുന്ന അറിയില്ല. ബട്ട് ഒരു 10% ബുക്ക് ചെയ്താൽ എങ്ങനെയുണ്ടാവും? സോ അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ ഇതിനെ മനസ്സിലാക്കുക. ആൻഡ് ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ DM ചെയ്ത് ചോദിക്കുക, ആൻഡ് കമന്റ് ചെയ്തും ചോദിക്കുക. ആൻഡ് വീഡിയോ കാര്യങ്ങളെല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്നും വിചാരിക്കുന്നു. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.